നമുക്കൊന്നും സാധ്യമല്ല. അതിനായി ഇനിയും സഭയിൽ വിശ്വാസികളുടെ ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക. പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ ഇറങ്ങിച്ചെല്ലുക. അവിടെ അംഗബലം കുറയ്ക്കുക, അവരെ ഭിന്നിപ്പിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2013 ഇതുപോലെ റിപ്പോർട്ടുമായിട്ട് കടന്നു വരിക. ഇനി അടുത്തത് മധ്യമേഖലാ പ്രതിനിധികളോടാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. എന്ത് പറയാനാണ്? എല്ലാ പദ്ധതികളും നീക്കിപ്പോയി. എങ്ങനെ നീട്ടിപ്പോകാതിരിക്കും? ഞങ്ങൾക്ക് കിട്ടിയ മേഖല അതുമാതിരിയുള്ള മേഖലയായിരുന്നു. എല്ലാ സഭകളിലും പ്രാർത്ഥനയും ഉപവാസവും തകൃതിയായി നടക്കുന്ന മേഖല. ഞങ്ങളാവുന്ന പണി എല്ലാം നോക്കി, ഒരു രക്ഷയുമില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ന്യൂ ജനറേഷൻ ചർച്ചകളെ സമീപിച്ചു. അവിടെ കുറെ ഇംഗ്ലീഷൊക്കെ അടിച്ചു നോക്കിയെങ്കിലും അവരാരും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് 2018 വർഷം ഞങ്ങൾക്ക് വളരെ പരാജയമായി പോയി. ആ കുറവ് ഞങ്ങൾ 2013 തീർക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. മധ്യമേഖലാ പ്രതിയോട് എനിക്ക് പറയാനുള്ളത്, ഇതെന്റെ ഒട്ടും തൃപ്തിപ്പെടുന്ന റിപ്പോർട്ടല്ല. ഇതുപോലെ റിപ്പോർട്ടുകൾ ഞാൻ ഇതിനൊട്ട് പ്രതീക്ഷിക്കുന്നതുമില്ല. അതുകൊണ്ട് 2013 ഇവിടെ കടന്നു വരുമ്പോൾ ഇതിന്റെ അപ്പുറം ഇവർ വായിച്ചതുപോലുള്ള റിപ്പോർട്ടുമായിട്ട് കടന്നു വരാൻ ഞാൻ ശാസന തരുകയാണ്. നിങ്ങൾക്ക് ഇരിക്കാം അവിടെ. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? മധ്യ സോണിന്റെ പ്രതിനിധിയായി എനിക്ക് പറയുവാനായിട്ടുള്ളത്, എന്റെ സോണിലുള്ള ഒരു സഭകളിൽ പോലും എനിക്ക് എത്തി നോക്കുവാൻ പോലും സാധിച്ചില്ല. കാരണം ആ സഭകളിലൊക്കെ കാത്തിരിപ്പ് യോഗങ്ങളുടെ ബഹളമായി. ആ സഭകളുടെ 7 അയലത്ത് പോലും എനിക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചില്ല. ഒരൊറ്റ സഭയിൽ പോലും എനിക്ക് കയറി ചെല്ലുവാനായിട്ട് സാധിച്ചില്ല. നേരത്തെ സഭകളിൽ നിന്നും ഇറങ്ങി വന്ന ആളുകളെ ഞാൻ സ്വാധീനിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യുവാനും അതുപോലെ മറ്റു ചില ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി സഭയിൽ ഇറങ്ങുന്ന ആളുകളെ ഞാൻ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മൊബൈല് ഓഫ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. സഭയിൽ ആരാധന കഴിഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങുന്ന സഭാവിശ്വാസികളെ ബഹളം ഉണ്ടാക്കുവാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചിരുന്നു. എന്നാൽ അതും ഇപ്പോൾ സാധിക്കുകയില്ല. ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകുവാൻ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അപ്രകാരവും ഞങ്ങൾക്ക് ഒരു ഇളക്കം അവിടെ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല. എന്ത് ചെയ്യാം? ഇപ്രകാരമുള്ള ഒരു സോണല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയും ഉപവാസവും വളരെ ശക്തമായിട്ടുള്ള ഒരു സോണാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. പലപ്പോഴും യോഗത്തിന്റെ അകത്ത് കടക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. വെളിയിൽ ഇരുന്നാണ് ഞങ്ങൾ യോഗങ്ങൾ പലതും ശ്രദ്ധിക്കുന്നത്. പിന്നെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആണ്ടെന്ന് യോഗത്തിന് വെളിയിലിരുന്ന് ഈ പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. അതിനെന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം വിശ്വാസികളുടെ ദൃഢപ്രതിജ്ഞയാണ്. എന്നാൽ അവർക്ക് അത് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമാണ് ഇനിയുള്ള കാലങ്ങളിൽ എനിക്കുള്ള ഒരു വിശ്വാസം. അതിനായിട്ട് ഞാൻ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്കൾക്ക് യോജിക്കാം. ഇതൊന്നും അത്ര തൃപ്തികരമായ ഒരു റിപ്പോർട്ടല്ല. ഇതെന്നെ വളരെ പ്രകോപിപ്പിക്കുകയാണ്. അതുകൊണ്ട് 2013 താങ്കൾ വരുമ്പോൾ വളരെ മാന്യമായ വളരെ ഉത്സാഹപരമായ നമ്മുടെ തെക്കുകിഴക്കൻ പടിഞ്ഞാറ് മേഖലകൾ അവതരിപ്പിച്ചതുപോലുള്ള റിപ്പോർട്ടാണ് ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 2012 നമ്മുടെ പ്രവർത്തനം വളരെ വിജയകരമായി തീർത്തതിൽ നിങ്ങളെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. 2013 നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷത്തേക്കാൾ 30% എത്രയാണ്? 30% നമുക്ക് ഇൻക്രീസ് ചെയ്തിരിക്കണം. അതിനായി നിങ്ങളെ ഞാൻ വീണ്ടും നിങ്ങളുടെ മേഖലകളിലേക്ക് അയക്കാൻ പോവുകയാണ്. നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. പാസ്റ്റർമാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. സഭയുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. അങ്ങനെ അവരെ ബിസി ഉള്ളവരാക്കി തീർക്കണം. എന്തുള്ളവരാക്കി തീർക്കണം? ബിസി ഉള്ളവരാക്കി. 2013 നമ്മുടെ ആപ്തവാക്യമാണ് ബിസി. അതായത് നിങ്ങൾ അവരെ കാശ് കൊടുത്ത് മൊബൈൽ ഫോണുകൾ മേടിക്കുക. അതും ലേറ്റസ്റ്റ് ഗാലക്സി 4, iPhone 5 എന്നീ മോഡലുകളുള്ള ഫോണുകൾ മേടിപ്പിക്കുക. അവരെ ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, സീരിയൽ, സിനിമ എന്നിവയിലെല്ലാം എപ്പോഴും കാണുവാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ അവർ പ്രാർത്ഥിക്കാതെ, അവര് യോഗം കൂടാതെ, സഭയിൽ പോവാതെ അവരെ എപ്പോഴും നമ്മൾ ബിസി ഉള്ളവരാക്കി തീർക്കണം. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് അവരിങ്ങനെ ഉഴന്നുകൊണ്ടേയിരിക്കണം. അവർക്കൊരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ പറ്റരുത്. അതിന് അവരെന്ത് ചെയ്യണം? ബിസി ഉള്ളവരാക്കണം. നമ്മുടെ ഈ വർഷത്തെ ആപ്തവാക്യമാണ് ബിസി. Be under Satan US. നമുക്ക് ചേർന്ന് പറയാം. Be under Satan US. എല്ലാ സാധാരണ കൂട്ടുകാർക്കും അവരവരുടെ മേഖലയിലേക്ക് കടന്നു